ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കൊക്കെ അറിയാമല്ലോ നമ്മളിപ്പോൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന്. അറിഞ്ഞിടത്തവർക്ക് വേണ്ടി പറയുക. ഇവിടെ ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ 2 പടുതാകുളം നിർമ്മിക്കുവാണ്. കുളത്തിൻ്റെ നിർമ്മാണവും ആ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനലിൽ പാർട്ട് 1 വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്കി പരിപാടികളാണ് കാണിക്കാൻ പോകുന്നത്. നമുക്കപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിവിടെ ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ ബ്ലാക്ക് ഷീറ്റ് മേടിച്ചാണ് ഇട്ടത്. ഇപ്പോൾ ഈ ഷീറ്റിന് പകരം വേണമെങ്കിൽ നമുക്ക് പഴയ ചാക്കോ തുണിയോ ഒക്കെ ഉപയോഗിക്കാൻ വേണമെങ്കിൽ ഞങ്ങളിവിടെ ഇപ്പം ഷീറ്റാണ് ഇട്ടേക്കുന്നത്. ആ ബ്ലാക്ക് ഷീറ്റ് നമ്മൾ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഡയറക്റ്റ് ഈ മെയിൻ ഷീറ്റാണ് ഇടുന്നത്. വേറെ സ്പഞ്ചോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വെക്കുന്നില്ല. അപ്പം ഈ മെയിൻ ഷീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിത് ഓർഡർ ചെയ്തിട്ടാണ് വരുത്തേക്കുന്നത്, കസ്റ്റമൈസ് ചെയ്തിട്ട് വരുത്തേക്കുക. അവരുടെ പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും പറ്റുന്ന രീതിയിലൊന്നും അല്ലായിരുന്നു പാക്കിങ്. നമ്മുടെ കുളത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് 12x8 ആണ് സൈസ്. പിന്നെ ആഴമെന്ന് പറയുന്നത് 6 അടിയുമാണ്. നമ്മൾ ഷീറ്റ് മേടിച്ചേക്കുന്നത് 30x32 അടിയാണ് നമ്മൾ ഷീറ്റ് മേടിച്ചേക്കുന്നത്. ഈ ഷീറ്റ് എന്ന് പറയുമ്പം ഇത് 500 മൈക്രോൻ്റെ HDP ഷീറ്റാണ് നമ്മൾ ഇത് കുളത്തിന് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചത്. ആദ്യത്തെ ഒരു 2 ദിവസമൊക്കെ നമ്മൾ ഷീറ്റിൻ്റെ ആ ഒരു മണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിരുന്നിട്ട് ആ വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ മീന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ വെള്ളം സെറ്റിലാവാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചത്. നമ്മൾ ഷീറ്റ് ഇട്ടപ്പോൾ നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ആ ബണ്ടിൽ പോലെ നമ്മൾ സൈഡ് കെട്ടിയിരുന്നില്ലേ, അത് കവർ ചെയ്തിട്ട് അത് കവിച്ച് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പുറത്തുനിന്ന് മണ്ണോ കാര്യങ്ങളോ ഒന്നും അകത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മേളിൽ നിന്നുള്ള ഇല വരാതിരിക്കാൻ വേണ്ടിയിട്ട് മേളിൽ വേറെ നെറ്റ് നമ്മൾ ഇടുന്നുണ്ട്. പക്ഷേ താഴേന്ന് മഴ പെയ്യുമ്പോഴേക്ക് ഒലിച്ചകത്തോട്ട് കയറാതിരിക്കാൻ ആ ബണ്ട് കുറച്ച് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആ ഒരു ഷീറ്റ് നമ്മൾ കവിച്ച് പുറത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പം പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് പറയുന്ന 2 കുളം ഉണ്ട്. എന്നാലും നമ്മളിപ്പോൾ ഈ ഒരു കുളത്തിൽ മാത്രമേ നമ്മൾ മീനിടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പുറത്തെ കുളത്തിൽ അത് കുറച്ചും കൂടെ ക്ലീൻ ചെയ്തിട്ടൊക്കെ അവിടെ മീനിടാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിൻ്റെ മേളിൽ ഇടാൻ വേണ്ടിയിട്ട് വല ഓർഡർ ചെയ്തിട്ട് അത് വന്നിട്ടുമില്ല. ഇപ്പം മീൻ ഉടനെ വരും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇപ്പോൾ ആദ്യത്തെ കുളത്തിൽ മീനങ്ങ് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ മറ്റേ കുളം നമ്മൾ അതിന് വേണ്ടിയിട്ട് സെറ്റിൽ ചെയ്ത് വെച്ചേക്കുക, റെഡിയാക്കി വെച്ചേക്കുക. മീനിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ പാലക്കാട് നിന്നാണ് മീൻ മേടിച്ചത്. മീനിൻ്റെ ഡെലിവറി ട്രെയിൻ വരെയായിരുന്നു. ഇതുപോലെയുള്ള ബ്ലൂ ടബിൻ്റെ അകത്ത് അതിൻ്റെ മുകൾ ഭാഗം നെറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിൽ നമുക്ക് അയച്ചു തന്നത്. ഈ വരാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം കണ്ടോ, മീനിൻ്റെ ഇത് വീട്ടിൽ ഇത്രയും വെള്ളം ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നു. ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളം ഫില്ല് ചെയ്തതാണ്. അപ്പം ഫില്ല് ചെയ്തപ്പോഴത്തേക്ക് മീനെല്ലാം കൂടെ അങ്ങ് മേളിൽ വന്നു. വരാലിൻ്റെ പ്രത്യേകത ഇത് മേളിൽ വന്നിട്ട് അതിൻ്റെ ഓക്സിജൻ എടുത്തിട്ട് പോകുന്ന മീനാണ്. അപ്പം നമ്മൾ എത്ര ഫില്ല് ചെയ്യുന്നോ അത് മേളിൽ ഇങ്ങനെ കറങ്ങി അത് നടന്നോളും. നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ആ മേളിൽ ടോപ്പ് വരെ ആ മീൻ അങ്ങനെ വന്ന് ഓക്സിജൻ എടുത്തിട്ട് പൊക്കോളും. നമ്മളിപ്പോൾ മേടിച്ചേക്കുന്നത് ഒരു മീന് 13 രൂപയാണ് ആയിട്ടുള്ളത്. 13 രൂപയെന്ന് പറയുന്നെങ്കിലും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ഒരു മാസത്തേക്കുള്ള ഫ്ലോട്ടിംഗ് പെല്ലറ്റ്സ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഏകദേശം ഒരു 15 രൂപയോളം നമുക്കായിട്ടുണ്ട് ഓരോ മീന് വെച്ചിട്ട്. നമ്മുടെ കയ്യിൽ മീൻ കിട്ടിയത് വെളുപ്പിനെ ആയിരുന്നു. ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ സ്റ്റേഷനിൽ മീൻ വന്നത്. അപ്പോൾ അവിടുന്ന് പോയി എടുത്തിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ച് വെക്കാനൊന്നും നമ്മുടെ വെള്ളമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും കിട്ടില്ല. ഒരു മണിക്കൂർ ഞങ്ങൾ ആ ടബിൽ നിന്ന് വെള്ളം മാറ്റി വെള്ളം ഒഴിച്ച് വെച്ചു. ആ മീനൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷമാണ് നമ്മൾ കുളത്തിലേക്ക് മാറ്റിയത്. കുളത്തിൽ ഇപ്പോൾ ഈ ഒരു കുളത്തിലാണ് നമ്മൾ മീൻ ഇട്ടേക്കുന്നത്. നമുക്ക് ഇപ്പം മേടിച്ചതെന്ന് വെച്ചാൽ 1200 മീനാണ് മേടിച്ചത്. അതിൽ 12 എണ്ണം മരിച്ചിട്ടുണ്ട്. ബാക്കി മീനൊന്നും ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ആ 12 എണ്ണം മരിച്ചത്.
സാധാരണ വേറെ മീനൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ വെള്ളത്തിലോട്ട് മാറ്റുന്നതിന് മുമ്പ് നമ്മൾ മരുന്നൊക്കെ ചെയ്തിട്ടൊക്കെയാണ് മാറ്റുന്നത്. വെള്ളത്തിൻ്റെ pH അമോണിയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ മാറ്റുന്നത്. പക്ഷേ നമ്മൾ മേടിച്ച സ്ഥലത്ത് അതിനെക്കുറിച്ച് മീൻ മേടിച്ച സ്ഥലത്ത് നമ്മൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വരാലിന് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മീൻ അങ്ങനെ തന്നെ അങ്ങ് ഇട്ടേക്കുക. നമ്മളും പ്രത്യേകിച്ച് മരുന്നോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിന് ഓക്സിജൻ്റെ ആവശ്യമില്ല, ഫിൽട്രേഷൻ്റെ ആവശ്യമില്ല. എന്നാലും നമ്മൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ 2 വട്ടം മാറ്റി കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ദിവസവും കുറച്ച് വെള്ളം വെച്ച് മാറ്റാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഈ വരാൽ ഓക്സിജൻ വന്ന് മേളിൽ നമ്മുടെ കുളത്തിന് മേളിൽ വന്നിട്ട് വെള്ളത്തിൻ്റെ മേളിൽ വന്നിട്ട് ഓക്സിജൻ എടുത്തിട്ട് പൊക്കോളാം. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഓക്സിജൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞങ്ങൾ മീൻ ഈ ഒരു ടാങ്കിലാണ് ഇട്ടേക്കുന്നത്. അപ്പം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് മറ്റേ നെറ്റൊക്കെ വലിച്ച് കെട്ടിയിട്ട് ഇനി അപ്പുറത്തെ ടാങ്കിലേക്ക് ഈ മീനെ ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ മീനിൻ്റെ വളർച്ചയുടെ കാര്യങ്ങളും പിന്നെ ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ കുളത്തിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുതിയ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിനെക്കുറിച്ചൊക്കെ. അപ്പം ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ ഈ കുളത്തിൻ്റെ തന്നെ അപ്ഡേറ്റ്സ്, ഞങ്ങൾ വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.